മുൻപ് വെച്ചാരാധനയോ അല്ലെ കുട്ടി അമ്പലങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് പിന്നീട് അത് അറിയാതെ കൈമാറിപ്പോയി വീടുകളൊക്കെ പണിയേണ്ടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ താമസിക്കുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അതിന് എന്തായിരിക്കും പരിഹാരം? ചൈതന്യങ്ങളുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെ ദേവചൈതന്യങ്ങളുള്ള സ്ഥാനത്ത് നമ്മുടെ വീട് വയ്ക്കുമ്പോൾ ഈ പറയുന്ന തരത്തിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അതിന് പ്രധാനമായിട്ടും ഈ പറഞ്ഞ ചില സാഹചര്യങ്ങളിൽ റെയിൽവേ പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇത്തരം ചെറിയ പതി അല്ലെങ്കിൽ അങ്ങനെയുള്ള വെച്ചാരാധനയുള്ള സ്ഥലങ്ങളെ ഒക്കെ റെയിൽവേ കടന്നു പോകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ വന്നപ്പോൾ അവിടേക്ക് ആവാഹിച്ച് മാറ്റേണ്ട ഒരവസ്ഥയുണ്ടായി. അപ്പോൾ അതിന് ഈ ചൈതന്യങ്ങളെ ഈ ആവാഹിച്ച് അതാത് സ്ഥലങ്ങളിൽ കൊടുക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് ഈ ചൈതന്യങ്ങളെ അല്ലെങ്കിൽ മറ്റേ സാന്നിധ്യങ്ങളെ പ്രധാനമായിട്ടും 3ആയി തിരിക്കാം: ശൈവം, വൈഷ്ണവം, ശാക്തേയം. അതിൽ ശൈവ സാന്നിധ്യങ്ങളെ ശിവക്ഷേത്രങ്ങളിലും വൈഷ്ണവ സാന്നിധ്യത്തെ വിഷ്ണു ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ദുർഗയായാലും അങ്ങനെ വൈഷ്ണവത്തിൻ്റെ മറ്റ് രൂപങ്ങളായ ദുർഗ ഇത്യാദികളിലും കൊടുക്കാം. പിന്നെ ഈ ശാക്തേയ സാന്നിധ്യത്തെ ഈ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ അങ്ങനെയുള്ള ചാമുണ്ഡി അങ്ങനെയുള്ള സ്ഥലത്തും കൊടുത്ത് ദോഷത്തെ മാറ്റാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.